നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ യുവജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരുന്ന മാരകമായ ലഹരി വിപത്തിനെതിരെ അതിശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന ലഹരി വിരുദ്ധ ഓപ്പറേഷൻ ശക്തമായി മുന്നേറുകയാണ്. കുട്ടികളെ മയക്കുമരുന്ന് മാഫിയ പരമാവധി ചൂഷണം ചെയ്യുന്നത് മുൻകൂട്ടി കണ്ട് അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പടർന്നു പന്തലിച്ചിരിക്കുന്ന മയക്കുമരുന്നിന്റെ വേരറക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയായിരിക്കും കേരള പോലീസ് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോവുകയെന്നും മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്തുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും കേരള പോലീസ് നിരീക്ഷിച്ച് നടപടി സ്വീകരിക്കുമെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ജനമൈത്രി പോലീസിനെ ശക്തിപ്പെടുത്തുകയും സ്റ്റുഡന്റ് പോലീസിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ട്രാഫിക് അപകടങ്ങൾ കുറയ്ക്കാൻ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നും പോലീസ് ട്രെയിനിങ് സിലബസ് പരിഷ്കരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ യുവതകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ എങ്ങോ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന ഭീകരമായ സംഘങ്ങളിലാണ് മാരകമായ ലഹരിയുടെ കേന്ദ്രങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഉഗ്രനാശന പാക്കേജുകളുമായി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നവരാണ് കേരളത്തിൽ ഈ ഭീകര തിന്മ വിതയ്ക്കുന്നതെങ്കിലും അതിന്റെ പിന്നിൽ കണ്ണികൾ ശക്തവും ഭീകരവുമാണ്. ആ മേഖലയിലേക്കാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന ചുഴലിക്കാറ്റ് ഇപ്പോൾ ശക്തമായി വീശുന്നത്. രാത്രി എത്ര വൈകിയാലും കേരളത്തിലെ വിമാനത്താവളങ്ങളിലെ കറങ്ങുന്ന ബാഗേജ് ബെൽറ്റിനപ്പുറത്ത് ഉറക്കമില്ലാത്ത കണ്ണുകളും വിയർപ്പ് പൊടിയുന്ന നെറ്റിയും ഉള്ളിൽ ഒളിപ്പിച്ച് മാരകമായ ലഹരി പദാർത്ഥങ്ങളുമായി ആര് വന്നിറങ്ങിയാലും അവർ വലയിലാകുമെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ MDMA എന്ന കൊടുങ്കാറ്റ് കേരളത്തിൽ അടിക്കാൻ തുടങ്ങിയതിനു ശേഷം കേരളത്തിലെ ജനങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ആശങ്കപ്പെട്ട് തന്നെ കഴിയുകയാണ്. എന്നാൽ സമൂഹത്തിൽ അത്തരത്തിൽ തിന്മ വിതച്ചുകൊണ്ടിരുന്നവരിൽ താഴെത്തട്ടിലുള്ള മിക്കവരും ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. തൂഫാൻ എന്നത് ഒരു അറബി വാക്കാണ്. അതിന്റെ അർത്ഥമാകട്ടെ ചുഴലിക്കാറ്റ്. ഇത് കേവലം എക്സൈസ് പോലീസ് പടയുടെ സാധാരണ റെയ്ഡല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടും പ്ലാനിങ്ങോടും കൂടിയ ലഹരി കണ്ണുകളുടെ വേരുകളെ പൂർണ്ണമായും അറുത്തു മാറ്റുവാനുള്ള ശക്തമായ നീക്കം തന്നെയാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓപ്പറേഷൻ തൂഫാനിലുള്ളത്. ഒന്നാമത്തേത് ഡാറ്റാബേസ് ട്രാക്ക് ചെയ്തുള്ള നീക്കമാണ്. ഡാർക്ക് വെബ്, ടെലിഗ്രാം ഗ്രൂപ്പുകൾ, കൊറിയർ ട്രാക്കിംഗ് എന്നിവയിലൂടെ ശക്തമായ ലഹരി പദാർത്ഥം തേടിയിറങ്ങുന്ന ഓപ്പറേഷൻ. കാക്കിയിട്ട് പോലീസ് റോഡിൽ പെട്രോളിങ്ങിന് നിൽക്കുമ്പോൾ മാത്രം നിയമത്തെക്കുറിച്ച് ജാഗ്രത കാണിക്കുന്നവരാണ് മിക്ക നിയമലംഘകരും. അവർ പലപ്പോഴും ശിക്ഷിക്കപ്പെടാറില്ല എന്നതും സത്യമാണ്. എന്നാൽ റോഡിൽ നിന്നും മൊബൈൽ സ്ക്രീനിലേക്ക് പെട്രോളിംഗ് മാറ്റിപ്പിടിച്ചുകൊണ്ടാണ് ലഹരിക്കെതിരെയുള്ള ഈ ഒരു സന്ധിയില സമരം മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ നീക്കം ജനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഡി സേഫ് എന്ന പേരിലുള്ള ആപ്പിന് രൂപം കൊടുത്തുകൊണ്ടുള്ളതാണ്. തങ്ങൾ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഭീകരതയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചന ലഭിച്ചു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്കോ ഉദ്യോഗാർത്ഥിക്കോ പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്താതെ തന്നെ ഈ ആപ്പിലേക്ക് വിവരങ്ങൾ കൈമാറും. ഇതിനോടകം ഇത്തരത്തിലുള്ള 3000-ലധികം ടിപ്പുകൾ ഈ ആപ്പ് വഴി ലഭിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ നേരെ ജയിലിലേക്ക് കൊണ്ടു തള്ളാതെ നവചൈതന്യ മിഷൻ വഴി കൗൺസിലിംഗിലേക്ക് കൊണ്ടുപോവുകയും പോലീസ് ഓഫീസർമാർ തന്നെ അവർക്ക് കൗൺസിലിംഗുകൾ നൽകുകയും ചെയ്തു. അതുകൊണ്ട് ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന കോടികൾ മതിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾക്കപ്പുറത്ത് യുവചൈതന്യം തുളുമ്പുന്ന ചില ജീവിതങ്ങളെ കൂടി നേർവഴിക്ക് നടത്താൻ കഴിയുന്നു എന്നതാണ് ഈ ഓപ്പറേഷന്റെ വലിയ പ്രത്യേകത. ലഹരിയുടെ ഇടപാടുകൾ കേവലം ലോക്കൽ അല്ല, മറിച്ച് ഗ്ലോബൽ ആണ് എന്നുള്ള കാര്യം മുൻപ് തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. എന്നാൽ ഈ ഗ്ലോബൽ വിങ്ങിന്റെ മറ്റേ അറ്റത്ത് നിൽക്കുന്നത് വമ്പൻ സ്രാവുകളായതിനാൽ അങ്ങോട്ടേക്ക് എത്തി നോക്കുവാൻ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ചിത്രം വ്യക്തമാക്കിക്കൊണ്ട് ഓപ്പറേഷൻ തൂഫാന്റെ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടിയിരിക്കുന്നത് ലഹരി ശൃംഖലയുടെ അഗ്രത്ത് നിലകൊള്ളുന്ന അന്തർദേശീയ സൂപ്പർ പവറുകളെ കുറിച്ച് തന്നെയാണ്. കൊച്ചിയിലെ കോളേജിലേക്ക് MDMAയും തിരുവനന്തപുരത്തെ ഹോസ്റ്റലിലേക്ക് ഹാഷിഷ് ഓയിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ അന്തർദേശീയ ക്രിമിനൽ സംഘങ്ങൾ തന്നെയാണ്. അങ്ങോട്ടേക്ക് ഓപ്പറേഷൻ തൂഫാന് എത്താനാകുമോ എന്നത് ന്യായമായ സംശയമാണ് എങ്കിലും അത് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് ആശാവഹമായ കാര്യം തന്നെയാണ്.
കഴിഞ്ഞ 2 വർഷങ്ങളായി കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നടന്ന പരിശോധനയിൽ ശ്രദ്ധേയമായ ഒരു പാറ്റേൺ കണ്ടെത്തി. അതായത് ടൂറിസ്റ്റ് വിസയിൽ എത്തുന്ന വിദേശ പൗരന്മാർ ബോഡി പാക്കർ രീതിയിൽ മയക്കുമരുന്ന് കടത്തുന്നു എന്നുള്ളത്. അതായത് പ്ലാസ്റ്റിക് ക്യാപ്സ്യൂളുകളിൽ MDMA വിഴുങ്ങി വയറ്റിൽ കടത്തിക്കൊണ്ട് എത്തുന്ന രീതിയായിരുന്നു. ഒരു അറസ്റ്റിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ലാഗോസ്, ദുബായ്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കൊച്ചിയിലേക്ക് ജീവൻ പണയപ്പെടുത്തി മയക്കുമരുന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ $2000 കമ്മീഷനു വേണ്ടി ജീവൻ പണയം വെച്ച് മയക്കുമരുന്ന് കടത്തി പിടിക്കപ്പെട്ട വിദേശ പൗരന്റെ ഫോൺ പോലീസ് പരിശോധിച്ചപ്പോൾ അതിൽ കേരളത്തിലെ ചില നമ്പറുകളും ഉണ്ടായിരുന്നു. അവരാകട്ടെ കേരളത്തിലെ ചില ലോക്കൽ ഡീലർമാരുമായിരുന്നു. കോളേജ് കുട്ടികളുടെ ചങ്ക് ബ്രോകളായി വിലസുന്നവരും അത്തരത്തിലുണ്ടായിരുന്നു. അത്തരക്കാരിൽ പലരെയും പൊക്കി അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എങ്കിലും പോലീസ് പറയുന്നത് ഇവരും ഇരകൾ തന്നെയാണ് എന്നതാണ്. പാവപ്പെട്ട കുടുംബങ്ങളിൽ പിറന്ന് പഠിച്ചിട്ടും ജീവിക്കുവാൻ തൊഴിലോ വരുമാനവും ഇല്ലാതെ പ്രതിസന്ധിയിലേക്ക് എടുത്തെറിയപ്പെട്ട ഈ മാഫിയയുടെ കണ്ണികളാകേണ്ടി വന്നവരാണ് അവർ. മറ്റൊന്ന്, പെൺകുട്ടികളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ വശീകരിച്ച് മനഃപൂർവ്വമായി ഈ കണ്ണിയുടെ ഭാഗമാക്കി അവരെ കൊണ്ട് വ്യാപാരം കൊഴുപ്പിക്കുന്നവരുമുണ്ട്. സമൂഹത്തിൽ ചിലരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും മറവിൽ ലഹരി പദാർത്ഥങ്ങൾ ഡംപ് ചെയ്യുന്നതും കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ശക്തമായിരുന്നു. അതിനെതിരെ പ്രതിരോധം തീർക്കാനായി ചിലർ രംഗത്ത് വന്നപ്പോൾ ലഹരിയുടെ പ്രയോജകരായ ചില സാമൂഹ്യ വിരുദ്ധ ശക്തികൾ അവർക്കെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് രംഗത്ത് വരികയായിരുന്നു. നിർഭാഗ്യവശാൽ അത്തരം നീക്കങ്ങൾക്ക് ചില രാഷ്ട്രീയക്കാരുടെയും പിന്തുണയുണ്ടായിരുന്നുവെന്നതാണ് ഞെട്ടിക്കുന്നത്. അത്തരത്തിലുള്ള ലഹരി സംഘത്തെ പോലീസ് വലയിലാക്കിയപ്പോൾ ആ കൂട്ടങ്ങളിലെല്ലാം നിരപരാധികളായ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ചതിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞ നിയമക്കുരുക്കിൽ കിടന്ന് അലറി വിളിക്കുന്ന അത്തരം പെൺകുട്ടികളുടെ ദൃശ്യങ്ങളും കേരളത്തിന് സുപരിചിതമാണ്. അത്തരത്തിൽ ധാരാളം പെൺകുട്ടികൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരക്കാരെല്ലാം എല്ലാ അർത്ഥത്തിലും ഇരകൾ തന്നെയാണ്. ഇത്തരത്തിൽ പോലീസിന്റെ പിടിയിൽപ്പെടുന്നവരെല്ലാം 18 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവർ. ഇവർ പിടിക്കപ്പെടുമ്പോൾ അവർ പറയുന്ന ഒറ്റ വാക്ക്, സാർ ഒരു തവണ ട്രൈ ചെയ്ത് പെട്ടുപോയതാണ് എന്ന്. ആ ഒരു തവണ മാത്രം മതി, ബാക്കി കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോയിക്കൊള്ളുമെന്ന് ഈ ഭീകരതയുടെ വക്താക്കൾക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിലകൊള്ളുന്ന നവചൈതന്യ മിഷൻ കൗൺസിലിംഗ് സെന്ററിന്റെ മുൻപിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെറ്റമ്മമാരിൽ ചിലർ വന്ന് പറഞ്ഞിട്ടുള്ളത് ഇവർ ജയിലിലായാലും കുഴപ്പമില്ല, ജീവനോടെ ഇരുന്നാൽ മതിയെന്ന് മാത്രമല്ല. ഓപ്പറേഷൻ തൂഫാൻ നവചൈതന്യ മിഷൻ ഇതിനോടകം 5000-ലധികം യുവാക്കൾക്ക് കൗൺസിലിംഗ് നൽകിയെന്നും അതിൽ 60% പേരും തിരിച്ച് ലഹരിയിലേക്ക് പോയില്ല എന്നുമാണ് റിപ്പോർട്ട്. ഇത് അങ്ങേയറ്റം അഭിനന്ദനാർഹം തന്നെയാണ്. ഓപ്പറേഷൻ തൂഫാൻ അതൊരു ചുഴലിക്കാറ്റാണ്. അത് ആഞ്ഞു വീശി സമൂഹത്തിന്റെ നന്മയ്ക്കായി ചിലതിനെല്ലാം കടപുഴക്കി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അതിനും അപ്പുറത്ത് അറിഞ്ഞിരിക്കേണ്ടത് ലഹരി എന്ന കൊടുങ്കാറ്റ് അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലളിതമാണ്, ഡിമാൻഡ് ഉള്ളിടത്തോളം സപ്ലൈ ഉണ്ടാകും എന്നത് തന്നെയാണ്. ലഹരി പദാർത്ഥവുമായി വിദേശ പൗരനെ പിടിച്ചു, ലോക്കൽ ഡീലറെ പിടിച്ചു, അതൊക്കെ വലിയ ഭീതി പരത്തുന്ന വാർത്തകളായിരുന്നുവെങ്കിലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാർ ഉള്ളിടത്തോളം കാലം പുതിയ കാരിയർമാരും പുതിയ ഡീലർമാരും വരുമെന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി തിങ്ങിപ്പറക്കുന്ന കേരളത്തിലെ നഗരമായ പെരുമ്പാവൂരിൽ അവരിൽപ്പെട്ട ചിലർ പൊതുവഴിയിൽ വെച്ചു തന്നെ പരസ്യമായി മദ്യപിക്കുകയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളും വാർത്തകളും മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. അന്ന് അധികൃതർ ആരും തന്നെ അത് ഗൗരവമായി എടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 4 ആൾ കൂടുന്ന തെരുവിൽ നിന്ന് ശരീരത്ത് സിറിഞ്ച് ഉപയോഗിച്ച് കുത്തി ലഹരി അനുഭവിക്കുന്ന പെത്തഡീർ, ഹെറോയിൻ അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ പരസ്യമായി ഉപയോഗിക്കുന്ന തലത്തിലേക്ക് പെരുമ്പാവൂരിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ലഹരി ഉപയോഗം വ്യാപകമായതിനാൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ശക്തമായ റെയ്ഡും പരിശോധനയുമായിരുന്നു പെരുമ്പാവൂരിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ നടപ്പിലാക്കിയത്. ഇവരിൽ നിന്നും കഞ്ചാവ്, ഹെറോയിൻ, സിറിഞ്ച് തുടങ്ങിയവ കണ്ടെടുക്കുകയും ഇവരിൽ 9ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മെയ് മാസം 15-ന് പന്തളം വലിയ പാലത്ത് വെച്ച് MDMAയുമായി മുഹമ്മദ് ഷംസാദ് എന്നീ 2 യുവാക്കളെ പോലീസ് പിടികൂടിയിരുന്നു. ഇവരുടെ മൊബൈൽ ഫോണുകളും അക്കൗണ്ടുകളും ബാങ്ക് രേഖകളും അടിസ്ഥാനമാക്കി അന്വേഷണം നടത്തിയപ്പോൾ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. 1-ാം പ്രതിയായ മുഹമ്മദ് ഷായുടെ ഭാര്യ ഷബീന ഖാൻ സ്വന്തം അക്കൗണ്ടിൽ നിന്നും 3,12,000 രൂപയോളം സാമുവൽ കപ്സൻ എന്ന നൈജീരിയക്കാരന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. തെളിവുകളെല്ലാം നശിപ്പിക്കാനുള്ള ശ്രമവും ഷബീന ഖാൻ നടത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്.
തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നൈജീരിയക്കാരൻ സാമുവൽ ഇന്ത്യയിലുണ്ട് എന്ന് കണ്ടെത്തിയത്. അങ്ങനെ ഡൽഹിയിലെത്തിയ പോലീസ് നൈജീരിയക്കാരനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മാരകമായ ലഹരിയുടെ അടിമയായി ജീവിച്ച നൈജീരിയക്കാരൻ നീഗ്രോയെ കീഴ്പ്പെടുത്തുന്നത് അതീവ ശ്രമകരമായിരുന്നു. സാഹസികമായിട്ടായിരുന്നു പത്തനംതിട്ട പോലീസ് അയാളെ കീഴ്പ്പെടുത്തിയത്. പത്തനംതിട്ടയിലെത്തിയ അയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഏതായാലും നാടിന് ശക്തമായ ഒരു ദിശാബോധവും ഉണർവും നൽകിക്കൊണ്ട് തുടക്കമിട്ട ഓപ്പറേഷൻ തൂഫാനിലൂടെ 1 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. 1229ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ ഊർജിതമാക്കുന്ന പോലീസ് നഗരത്തിന്റെ പല ഭാഗത്തും മഫ്തിയിൽ നിലകൊള്ളുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. മുമ്പെങ്ങുമില്ലാത്ത വീര്യത്തോടെ ലഹരിക്കെതിരെ ശക്തമായി നീങ്ങുന്ന പോലീസ് സംഘത്തിന് അഭിവാദ്യം. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ലഹരി മാഫിയായി തൂത്തെറിയാൻ നമ്മൾ ഓരോരുത്തരും ഒരു ചെറിയ തൂഫാൻ അഥവാ ചുഴലിക്കാറ്റാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കോളേജിൽ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി. കാരണം ലഹരി ഇല്ലാതാക്കുന്നത് ഒരു വ്യക്തിയല്ല, ഒരു തലമുറയെയും ഒരു സംസ്കാരത്തെയുമാണ്. രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന നീറ്റ് പരീക്ഷയെ ചുറ്റിപ്പറ്റി ഉയർന്നിരിക്കുന്നത് വലിയ വിവാദങ്ങളാണ്. ചോദ്യപേപ്പർ ചോർച്ച, മാർക്ക് ക്രമക്കേട്, പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ, കോച്ചിംഗ് മാഫിയയുടെ സ്വാധീനം, ഇതെല്ലാം ചേർന്ന് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. CBSE 12ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ പരമ്പരാഗത മൂല്യനിർണ്ണയത്തിന് പകരം കൊണ്ടുവന്ന ഡിജിറ്റൽ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം വിവാദമുണ്ടായത്. ബോർഡ് വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്ത് സ്കാൻ ചെയ്ത ഉത്തരക്കടലാസുകൾ തങ്ങളുടെ കൈയക്ഷരവുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് ചില വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ക്രമക്കേട് പുറത്തു വന്നത്. വിവാദം രാഷ്ട്രീയമായി പൊതിഞ്ഞതോടെ 2 മുതിർന്ന CBSE ഉദ്യോഗസ്ഥരെ സർക്കാരിന്റെ സ്ഥാനത്ത് നിന്നും നീക്കേണ്ടതായി വന്നു. എന്നാൽ ഇത് സംഭവത്തിൽ നിന്നുള്ള വെറും ഒളിച്ചുകളിയാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. സംഭവത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണമെന്നും സ്വതന്ത്ര ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുമാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. CBSE പോലുള്ള ദേശീയ വിദ്യാഭ്യാസ ബോർഡുകൾ ഓരോ വർഷവും നടത്തുന്നത് കോടികളുടെ വാങ്ങലുകളും നിർമ്മാണങ്ങളുമാണ്. കമ്പ്യൂട്ടർ ലാബ് മുതൽ പരീക്ഷാ സോഫ്റ്റ്വെയർ, ക്ലാസ് മുറി നിർമ്മാണം വരെ എല്ലാത്തിനും ടെൻഡർ എന്ന പ്രോസസ്സ് നിർബന്ധമാക്കിക്കൊണ്ടാണ് അവർ അക്കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെൻഡർ എന്ന വാക്ക് മറപിടിച്ചാണ് ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും അഴിമതിക്ക് കളമൊരുങ്ങുന്നത്. ഡൊണേഷൻ ഇനത്തിലും നികുതിയും ഫീസ് ഇനത്തിലും ജനം കൊടുക്കുന്ന പണം നീതിയുക്തമായി തന്നെ ചിലവാക്കുന്നുണ്ടോ എന്ന കാര്യം പൊതുജനങ്ങൾ ആരും തന്നെ അന്വേഷിക്കാറില്ല. അവിടെയാണ് അഴിമതിയുടെ അനന്തമായ സാധ്യതകൾക്ക് കളമൊരുങ്ങുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷം ടെൻഡർ ചെയ്യുന്നത് പ്രധാനമായും 4 കാര്യങ്ങൾക്കാണ്. IT, സോഫ്റ്റ്വെയർ എന്നീ ആവശ്യങ്ങൾക്കായും, ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടർ, സെർവർ, ഓൺലൈൻ പരീക്ഷാ പ്ലാറ്റ്ഫോം, OMR സ്കാനിംഗ് സിസ്റ്റം എന്നിവയ്ക്കായും, ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യങ്ങൾക്കായും, പുതിയ ബ്ലോക്ക്, ലാബ്, ഹോസ്റ്റൽ നിർമ്മാണം എന്നിവയ്ക്കായും, പ്രിന്റിംഗ്, ലോജിസ്റ്റിക് ആവശ്യങ്ങളിൽ ചോദ്യപേപ്പർ പ്രിന്റിംഗ്, OMR ഷീറ്റ് എന്നിവയ്ക്കും, സർവീസുകളിൽ സെക്യൂരിറ്റി, ക്ലീനിംഗ്, കൗൺസിലിംഗ്, ഓഡിറ്റിംഗ് എന്നിവയ്ക്കുമായിട്ടാണ് സാധാരണയായി ടെൻഡറുകൾ വിളിക്കുന്നത്. വാസ്തവത്തിൽ ഇതെല്ലാം ചെയ്യുന്നത് മത്സരാധിഷ്ഠിത ലേലം വഴി ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും ഗുണനിലവാരം ഉറപ്പാക്കുകയും നികുതിദായകരുടെയും രക്ഷിതാക്കളുടെയും പണം ലാഭിക്കുകയും ചെയ്യാനാണ്. കേന്ദ്ര സർക്കാർ ഗവൺമെന്റ് ഇ-മാർക്കറ്റിംഗ് പ്ലേസ് നിർബന്ധമാക്കിയത് ഈ സുതാര്യതയ്ക്ക് വേണ്ടിയായിരുന്നു. ഇത്തരത്തിൽ എല്ലാം ഓൺലൈൻ ആക്കിയതോടെ ആരാണ് ബിഡ് ചെയ്തത്, എത്രയാണ് റേറ്റ് എന്നെല്ലാം ട്രാക്ക് ചെയ്യാനും കഴിയുമായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ടും ദേശീയ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ക്രമക്കേടുകൾ നടന്നു. അത് ചൂണ്ടിക്കാട്ടിയിട്ടും ഗൗരവമായി എടുക്കാതിരുന്നത് അതിലേറെ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങൾക്കും വഴിവെച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാറ്റ പാർട്ടിയുടെ ജനനം. രാജ്യത്ത് രൂക്ഷമായിരിക്കുന്ന തൊഴിലില്ലായ്മയ്ക്കൊപ്പം ഇത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പരീക്ഷകളിലെ ക്രമക്കേടുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവാക്കൾ ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധങ്ങൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നാലെ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജി തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കൂറകളോടുപമിച്ച് നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അഭിജിത്ത് ദീപ് കെ എന്നയാൾ അമേരിക്കയിലിരുന്നു കൊണ്ട് ഓൺലൈൻ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിക്കൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഓൺലൈൻ ജനകീയ പ്രസ്ഥാനം ആരംഭിച്ചു. ഈ പാറ്റ പാർട്ടിക്ക് പിന്നിൽ രാജ്യവിരുദ്ധരുടെ ഫണ്ടിങ്ങും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്.
കാലങ്ങളായി ചില പ്രതിലോമ ശക്തികൾ ജിൻസി കലാപങ്ങളിലൂടെ രാജ്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുമുണ്ട്. എന്നാൽ പാറ്റകളുടെ ഓൺലൈൻ കൂട്ടായ്മ ഇത്തരം വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെയാണ് എങ്കിൽ അതിലെ ന്യായം കാണാതിരിക്കുവാനും കഴിയില്ല. എന്നാൽ രാജ്യവിരുദ്ധമായ ഒരു നീക്കങ്ങളും അംഗീകരിക്കാനും കഴിയില്ല. ഏതായാലും പാറ്റകൾ ഇളകിയതോടെ കാര്യങ്ങൾക്ക് ചൂട് പിടിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. വാർത്തയിലെ സത്യങ്ങളുമായി ഇനി അടുത്ത ആഴ്ച.